മാഷിൻ്റെ സ്വന്തം അപ്പു ഭാഗം 35. രചന സംഭാഷണം രുദ്രപ്രിയ. നന്ദൻ്റെ പിന്നാലെ അപ്പു നടന്നു. അമ്പലത്തിൻ്റെ ഇടതുഭാഗത്തായി കുന്നിറങ്ങി വരുമ്പോഴുള്ള ചെറിയ കുളത്തിനടുത്തേക്ക് നന്ദൻ പോകുമ്പോൾ അവിടേക്ക് തന്നെ അവളും പിന്നാലെ ചെന്നു. ആ ഭാഗത്തേക്ക് അധികം ആരും പോകാറില്ല. ആഴം കൂടിയ കുളമാണ്. അതിലേക്ക് ഇറങ്ങാൻ ചെത്തി ഒരുക്കിയ കൽപ്പടവുകളുണ്ട്. നന്ദൻ അതിലൊരു കൽപ്പടവിലിരുന്നു. തൊട്ടുമുകളിൽ അപ്പുവും. അല്പനേരം ഇരുവരും ഒന്നും തന്നെ മിണ്ടിയില്ല. നന്ദൻ തിരിഞ്ഞ് അപ്പുവിനെ നോക്കി. വിഷാദം തളം കെട്ടിയ മുഖത്ത് ഉറക്കച്ചവട് കാണുന്നുണ്ട്. കണ്ണുകൾക്ക് താഴെ കറുത്ത വലയം, നെറ്റിയിലൊരു ചന്ദനക്കുറി, അത്രമാത്രം. നന്ദൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. 3 വർഷം മുൻപ് തൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിച്ചിരിച്ചും കളി പറഞ്ഞും പിണങ്ങിയും മുഖം വീർപ്പിച്ച് നിന്ന അപ്പുവിനെ ഓർത്തു. അവൻ്റെ ഹൃദയം നീറി. ഒന്ന് ശ്വാസം നീട്ടിയെടുത്തു നന്ദൻ. കൺകോണിൽ തിളങ്ങിയ കണ്ണുനീർത്തുള്ളിയെ കൈവിരലിൻ്റെ തുമ്പുകൾ കൊണ്ട് തൂത്തുവിട്ടു. എന്തൊരു കോലമാണ് അപ്പു ഇത്! മങ്ങിയ ഒരു ചിരിയായിരുന്നു അപ്പുവിൻ്റെ മറുപടി. അവൾ സ്വയം ഒന്ന് നോക്കി. ഞാൻ ജീവനോടെ ഉണ്ടല്ലോ മാഷേ, അത് തന്നെ വലിയ കാര്യമല്ലേ? പക്വതയോടുകൂടിയുള്ള അപ്പുവിൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾ ആ പൊട്ടിപ്പെണ്ണിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെയും കുഞ്ഞാപ്പുവിനെയും ക്ഷണിച്ചാൽ നീ വരില്ലേ മോളെ? അപ്പു നന്ദൻ്റെ മോളെ എന്ന വിളി കേട്ട് ഞെട്ടിപ്പിടഞ്ഞുപോയി. അവളുടെ ശ്വാസഗതി ഉച്ചത്തിലായി. ഹൃദയത്തെ വരുതിയിലാക്കാൻ വല്ലാതെ പാടുപെട്ടു അപ്പു. കുറച്ചു കാലം പിന്നോട്ട് പോയതുപോലെ അപ്പുവിന് തോന്നി. ഇല്ല മാഷേ, എനിക്കൊരിക്കലും ആ പഴയ അപ്പുവാവാൻ കഴിയില്ല. ആ പഴയ അപ്പു എന്നേ മരിച്ചുപോയി. ഇത് ജീവിച്ചിരിക്കുന്ന ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം മാത്രമാണ്. എല്ലാവരും കൂടി എന്നെ കൊന്നില്ലേ? അപ്പുവിൻ്റെ ജീവിതത്തിലെ സന്തോഷമല്ലേ എല്ലാവരും ആഗ്രഹിച്ചത്? കണ്ട് സന്തോഷിക്ക്. അപ്പുവിൻ്റെ ജീവിതം കണ്ട് എല്ലാവരും സന്തോഷിക്ക്. അച്ഛൻ്റെ വാക്കിൽ എന്നെ വേണ്ടെന്ന് വെച്ചില്ലേ? തള്ളിക്കളഞ്ഞില്ലേ മാഷേ? ഇപ്പോൾ സന്തോഷമായില്ലേ അപ്പുവിൻ്റെ ഈ ജീവിതം കണ്ട്? ഞാൻ മാത്രമാണോ മോളെ നിന്നെ വേണ്ടെന്ന് വെച്ചത്? അച്ഛൻ്റെ തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ആ തീരുമാനത്തെ മറികടന്ന് എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമായിരുന്നു. എന്നെ കാണാൻ വരുമ്പോൾ നിന്നെ പറഞ്ഞു മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ്റെ മുന്നിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അപ്പു? നിന്നെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഓടിപ്പോകണമായിരുന്നോ? ഒടുവിൽ നാണക്കേട് സഹിക്കാൻ വയ്യാതെ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യണമായിരുന്നുവോ? അതിനെ അനുവദിക്കാതിരുന്നതാണോ അപ്പു ഞാൻ ചെയ്ത തെറ്റ്? അതോ നിന്നെ മറന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാത്തതാണോ? ഈ നാട്ടിൽ നിന്ന് തന്നെ മാറി നിന്നതാണോ? അതാണോ ഞാൻ ചെയ്ത വലിയ തെറ്റ്? എന്നെ കാണുമ്പോൾ നിനക്ക് വേദനയുണ്ടാകാതിരിക്കാനാണ് അപ്പു ഞാൻ മാറി നിന്നത്. ഇതിലപ്പുറം ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമായിരുന്നു? ആത്മഹത്യ ചെയ്യാതെ ഇരുന്നതാണോ മാഷ് ചെയ്ത കുറ്റം? പറയപ്പു, ഇതിലേതാ ഞാൻ ചെയ്ത കുറ്റം? ഇത്രയും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ് നന്ദൻ കൈകൾ രണ്ടും തലയിൽ താങ്ങി പടവിലേക്കിരുന്നു. എൻ്റെ ഓരോ ദിവസവും എങ്ങനെയാണ് കഴിഞ്ഞു പോയതെന്ന് നിനക്കറിയാമോ അപ്പു? നിന്റെ ഓർമ്മകളിൽ നീറിപ്പുകഞ്ഞ് നിന്നെ സ്വന്തമാക്കാൻ കഴിയാതെ, മറക്കാൻ കഴിയാതെ, ഒരുമിച്ച് ജീവിക്കാൻ കഴിയാതെ. നന്ദൻ കണ്ണുകൾ അമർത്തി തുടച്ചു. അത്രയും ആയപ്പോഴേക്കും അപ്പു പടവിൽ നിന്നും എഴുന്നേറ്റു. എന്നെക്കുറിച്ച് ഓർത്തിരുന്നോ മാഷേ അപ്പോഴൊക്കെ? ഇഷ്ടമില്ലാത്ത ഒരാളുടെ താലി ഏറ്റുവാങ്ങി അയാൾക്കൊപ്പം ഒരു മുറിയിൽ കഴിഞ്ഞ് ജീവിക്കണോ മരിക്കണമോ എന്നറിയാതെ ശവമായി ജീവിച്ച എന്നെക്കുറിച്ച് മാഷ് ഓർത്തിരുന്നോ അപ്പോഴൊക്കെ? ഇഷ്ടമാണെന്ന് പോലും പറയുന്നതിന് മുൻപ് ഒരിക്കൽ മദ്യപിച്ച് വന്ന് അയാൾ എന്നെ സ്വന്തമാക്കി. ജീവിതം പോലും അവസാനിപ്പിക്കാനാകാതെ ഞാൻ അനുഭവിച്ച വേദന ആരോടും ഒന്നും പറയാൻ കഴിയാതെ എല്ലാവരുടെ മുന്നിലും സന്തോഷം അഭിനയിച്ച് ചുട്ടുപൊള്ളുകയായിരുന്നു മാഷേ എൻ്റെ മനസ്സ്. പൊട്ടിയൊഴുകിയ കണ്ണുകളെ വാശിയോടുകൂടി അപ്പു തുടച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഗർഭിണിയാണെന്നറിഞ്ഞ അന്ന് തന്നെ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടു. വയറ്റിലൊരു കുഞ്ഞിനെയും പേറി വിധവയുടെ വേഷവും കെട്ടി ഞാൻ അനുഭവിച്ച വേദനകളും കുടിച്ച കണ്ണുനീരും അതൊന്നും ആർക്കും അറിയണ്ടേ മാഷേ? ഞാൻ എന്താ സന്തോഷിക്കുകയായിരുന്നോ മാഷേ മാഷിനെ നഷ്ടപ്പെടുത്തി? പറ മാഷേ, ഇതിലെന്താ ഞാൻ ചെയ്ത തെറ്റ്? എന്ത് പറഞ്ഞാണ് മാഷേ എന്നെ എല്ലാവരും ആശ്വസിപ്പിക്കേണ്ടത്? ആർക്കും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അന്ന് ഞാൻ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്, അപ്പൂന്ന് വിളിച്ച് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ അന്നൊന്നും വന്നില്ല. സാരമില്ല മാഷേ, അതൊന്നും സാരമില്ല. അപ്പു ഈ ജീവിതത്തിൽ സ്നേഹിച്ചത് മാഷിനെ മാത്രമാണ്.
പക്ഷേ എന്നെ മറ്റൊരാൾ സ്വന്തമാക്കി. ഇന്ന് അപ്പു ജീവിക്കുന്നത് തന്നെ കുഞ്ഞാപ്പുവിന് വേണ്ടിയാണ്. ഇതിൽ കൂടുതലായി ഒന്നും എനിക്ക് പറയാനില്ല മാഷേ. അപ്പു പോകാനായി എഴുന്നേറ്റു. അപ്പു മോളെ, നിനക്ക് എങ്ങനെയാടാ? അപ്പു രണ്ട് ചെവികളും പൊതിഞ്ഞു പിടിച്ചു. പ്ലീസ് മാഷേ, ഇനിയും എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്കത് കേൾക്കുമ്പോൾ അപ്പു കൈകൾ രണ്ടും തൊഴുതു പിടിച്ചുകൊണ്ട് നന്ദൻ്റെ അടുത്തേക്ക് നിന്നു. ഇനിയും എന്നെ തോൽപ്പിക്കരുത് മാഷേ, അപ്പുവിന് പറ്റില്ല. കുഞ്ഞാപ്പുവിനെ ഇനി മാഷ് കാണാൻ ശ്രമിക്കരുത്. അവൻ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് മാഷുമായി ഒരുപാട് അടുത്തു. ഒന്നിനു വേണ്ടിയും അവൻ ഇതുവരെ ശാഠ്യം പിടിച്ചിട്ടില്ല. പക്ഷേ മാഷിന് വേണ്ടി അവനിപ്പോൾ ശാഠ്യം പിടിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാഷ് വരരുത്. മാഷിന് എന്നെപ്പോലെ ഒരു പെൺകുട്ടി ചേരില്ല. മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി മാഷ് ജീവിക്കുന്നു എന്നറിഞ്ഞാൽ മതി. അപ്പുവിന് അത്രമാത്രം അറിഞ്ഞാൽ മതി. ഇടയ്ക്ക് എന്നോട് പറഞ്ഞിട്ടില്ലേ ഈ ജന്മം വിട്ടുകൊടുക്കുകയാണെന്ന്? അതെ, അപ്പു ഈ ജന്മം വിട്ടുകൊടുക്കുകയാണ് അവളുടെ നന്ദൻ മാഷിനെ. പക്ഷെ അടുത്ത ജന്മം ഇപ്പോൾ തരാൻ മാറ്റിവെച്ച സ്നേഹം കൂടി ചേർത്ത് തന്നേക്കണേ മാഷേ. അത് മതി അപ്പുവിന്, അത് മാത്രം മതി. പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളെ നന്ദൻ വിളിച്ചു. അപ്പോൾ മാഷ്, വേറെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് സങ്കടമില്ലേ അപ്പു? അന്നയുടെ ഹൃദയത്തിൽ മുള്ളുപോലെയാണ് വന്ന് പതിച്ചത്. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അതിനുള്ള മറുപടി പറഞ്ഞിട്ട് നീ പൊയ്ക്കോ അപ്പു, പിന്നെ മാഷ് ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്തില്ല. സങ്കടമില്ലേ എന്ന് ചോദിച്ചാൽ അത് കള്ളമാവും മാഷേ. അന്നും ഇന്നും എന്നും അപ്പുവിൻ്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് മരണം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ആ പേരും പറഞ്ഞ് ആരുടെയും ജീവിതത്തിൽ അപ്പു ഒരു ശല്യമാവില്ല, ഒരു ശല്യത്തിനും വരില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം എങ്ങനെയെങ്കിലും ഞാൻ കഴിഞ്ഞുകൊള്ളാം. പൊട്ടിയൊഴുകിയ കരച്ചിൽ ചീളുകളെ കടിച്ചമർത്തിക്കൊണ്ട് അപ്പു പടവുകൾ കയറി മുകളിലേക്ക് പോയി. പൊട്ടിയൊഴുകിയ കരച്ചിൽ ചീളുകളെ കടിച്ചമർത്തിക്കൊണ്ട് അപ്പു പടവുകൾ കയറി മുകളിലേക്ക് പോയി. നന്ദൻ കുളപ്പടവിൽ അങ്ങനെയിരുന്നു. അപ്പു ചെല്ലുമ്പോൾ സിമിയും കുഞ്ഞാപ്പുവും കൂടി മരച്ചുവട്ടിലിരിക്കുന്നു. അവൾ വേഗം സിമിയുടെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞാപ്പുവിനെ കൈകളിലെടുത്തു. സിമിയെയും വിളിച്ചുകൊണ്ട് നേരെ കുന്നിറങ്ങി താഴെ എത്തി. ഓട്ടോ അവർക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അതിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ പാടെ തന്നെ കുഞ്ഞിനെ രാധയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറി. പേടിയാണ് നന്ദേട്ടാ, എനിക്ക് പേടിയാണ്. ഇനിയും നന്ദേട്ടൻ്റെ ജീവിതത്തിലേക്ക് അപ്പു വരില്ല. എന്നോട് പൊറുക്കണേ നന്ദേട്ടാ. അപ്പുവിൻ്റെ പ്രാണനാണ്. കുറേ നല്ല ഓർമ്മകളുണ്ടല്ലോ. അത് മതി അപ്പുവിന് ഇനിയുള്ള കാലം ജീവിക്കാൻ. അതിൽ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് തെറ്റായി പോകും. പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് സിമി ഇറങ്ങിച്ചെന്നു. ബൈക്കിലിരിക്കുന്ന നന്ദനെ കണ്ടപ്പോൾ അവൾ അരികിലേക്ക് ചെന്നു. എന്താ മാഷേ? സിമി, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുഞ്ഞാപ്പുവിനെ ഒന്ന് തരാമോ? ഞാൻ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ട് ഏൽപ്പിക്കാം. സിമി ഒരു നിമിഷം ആലോചനയോടെ നിന്നു. ഒരു നിമിഷം. അതും പറഞ്ഞുകൊണ്ട് സിമി മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അപ്പുവിൻ്റെ മുറി തുറന്ന് സിമി അകത്തേക്ക് കയറി. സിമി കുഞ്ഞിനെയും കൊണ്ട് അപ്പുവിനടുത്തായി ചെന്നിരുന്നു. അപ്പു, നന്ദമ്മാഷ് വന്നിട്ടുണ്ട്. കുഞ്ഞാപ്പുവിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്ത് പറയണം? വേണ്ട സിമി, അത് ശരിയാവില്ല. അപ്പോഴേക്കും നന്ദൻ അകത്തേക്ക് കയറി വന്നിരുന്നു. ഞാൻ കുഞ്ഞിനെ ഒന്ന് പുറത്തു കൊണ്ടുപോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒച്ച കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ വന്നു നിൽക്കുന്നു നന്ദൻ. എന്തിനാ അപ്പു നിന്റെ ഈ വാശി? കുഞ്ഞാപ്പുവിനെ ഞാൻ പുറത്തു കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഒരിക്കൽ നിന്റെ അച്ഛൻ്റെ വാക്കിന് മുന്നിൽ തോറ്റുപോയതാണ് എൻ്റെ ജീവിതം. ഇപ്പോൾ ഞാനായി അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കൽ കൂടി നീ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ? അപ്പുവിനൊന്ന് തടയാൻ കഴിയുന്നതിന് മുൻപ് തന്നെ നന്ദൻ കുഞ്ഞാപ്പുവുമായി പുറത്തേക്ക് ഇറങ്ങി. നന്ദൻ കൈകളിൽ എടുത്ത ഉടനെ തന്നെ കുഞ്ഞാപ്പു അവൻ്റെ കവിളുകളിൽ മാറി മാറി ഉമ്മ വെച്ചു. അവൻ്റെ തോളിലൂടെ കൈയിട്ട് മുഖം നന്ദൻ്റെ കഴുത്തിടുക്കിലേക്ക് ചേർത്ത് വെച്ചു. അപ്പുവും സിമിയും ആ കാഴ്ച കണ്ട് അങ്ങനെ നിന്നു. സിമി അപ്പുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. അപ്പു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അനീഷേട്ടനെയും അമ്മാവനെയും അല്ലാതെ മറ്റൊരാളോടും കുഞ്ഞാപ്പു ഇടപഴകിയിട്ടില്ല. പക്ഷേ ഒരിക്കൽ മാർജിൻ ഫ്രീയിൽ വെച്ച് അവിചാരിതമായിട്ടാണ് കുഞ്ഞാപ്പു മാഷിനെ കാണുന്നത്. അന്ന് ആരാണെന്ന് പോലും അറിയാതെ മാഷ് അവനെ വാരിയെടുത്ത് മാറോട് ചേർത്തു. അതിനുശേഷം അമ്പലനടയിൽ പോകുമ്പോഴാണ് പിന്നെ മാഷിനെ കാണുന്നത്. അന്നാണ് മാഷിന് മനസ്സിലായത് കുഞ്ഞാപ്പു നിന്റെ മകനാണെന്ന്. പക്ഷെ അവർ തമ്മിലുള്ള ആ അടുപ്പവും സ്നേഹവും കാണുമ്പോൾ മുമ്പേ പരിചയപ്പെട്ടിട്ടുള്ളവരെ പോലെയാണ്. അത്രമാത്രം ആ ആത്മബന്ധം അവരുടെ സ്നേഹബന്ധത്തിലുണ്ട്. അതുകൊണ്ട് കുഞ്ഞാപ്പുവിനെ ഇനി മാഷിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഷിനെ അവനൊരു അച്ഛനെയാണ് കാണുന്നതെങ്കിൽ അവനു വേണ്ടിയെങ്കിലും നിന്റെ തീരുമാനത്തെ മാറ്റിക്കൂടെ? എനിക്ക് പറയാൻ മാത്രമേ കഴിയൂ അപ്പു, തീരുമാനം നിന്റേതാണ്.
സിമി, നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം. അപ്പുവിൻ്റെ ഹൃദയത്തിൽ അന്നും ഇന്നും എന്നും മാഷിന് മാത്രമേ സ്ഥാനമുള്ളൂ. ആ എന്നെയാണ് അച്ഛൻ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. എന്നെ ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ അച്ഛൻ ശ്രമിച്ചില്ല. എൻ്റെ വിധിയായിരിക്കാം പിന്നീട് സംഭവിച്ചതെല്ലാം. മാഷിൻ്റെ ജീവിതത്തിലേക്ക് ഞാനും കുഞ്ഞാപ്പവും എങ്ങനെ കടന്നു ചെല്ലും? ഞാൻ വിധവയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമല്ലേ. അങ്ങനെയുള്ള എന്നെ മാഷിനെ സ്വീകരിക്കുന്നത് ശരിയാണോ? ആ ജീവിതം കൂടി ഞാൻ നശിപ്പിക്കണമോ സിമി? വേണ്ട സിമി, ഞാൻ കാരണം ആ ജീവിതം നശിക്കാൻ പാടില്ല. അപ്പു ഇനി ഒരിക്കലും മാഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലില്ല. പക്ഷെ കുഞ്ഞാപ്പുവിനെ ഇനി മാഷിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പു ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ രണ്ടും പുഴകൾ പോലെ ഒഴുകി. കുഞ്ഞാപ്പുവിന് മാഷിനോടുള്ള ബന്ധം ഇതിനോടകം തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. മാഷും ഭാർഗവനും വന്നിട്ട് പോയതിനു ശേഷം കുഞ്ഞാപ്പു കരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി പണിപ്പെട്ടാണ് അവനെ ഉറക്കാൻ നോക്കിയത്. രാത്രിയിൽ ചെറുതായി പനിക്കുക പോലും ചെയ്തു. ആരോടും പറയാതെ കയ്യിലിരുന്ന മരുന്നൊക്കെ കൊടുത്താണ് ഒരുവിധം സമാധാനിപ്പിച്ചത്. മാഷുമായി കുഞ്ഞാപ്പു കൂടുതൽ അടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ പിരിയാൻ കഴിയില്ല. അങ്ങനെയാകുമ്പോൾ കുഞ്ഞാപ്പു മാഷിനെ കാണാതിരിക്കില്ല. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കുഞ്ഞിനെ തടയാൻ ശ്രമിച്ചത്. പക്ഷെ അത് വകവയ്ക്കാതെ മാഷ് അവനെയും കൊണ്ടുപോയി. കുഞ്ഞുമായി നേരെ നന്ദൻ ഷോപ്പിംഗ് മോളിലേക്കാണ് കയറിയത്. അവന് ആവശ്യത്തിലധികം ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുത്തു. മൊബൈലിൽ കുഞ്ഞാപ്പുവിനോടൊപ്പമുള്ള ഒരുപാട് ഫോട്ടോസ് നന്ദൻ എടുത്തു. തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം വൈകിയിരുന്നു. കുഞ്ഞിനെ നേരെ സിമിയുടെ കയ്യിൽ കൊടുത്തു. അപ്പുവിനോട് ഒരു യാത്ര പോലും പറയാതെ നന്ദൻ പുറത്തേക്കിറങ്ങി. എതിരെ വരുന്ന രഘുവിനെ കണ്ട് അവനൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പുറത്തേക്കിറങ്ങിപ്പോയി. വീട്ടിലെത്തുമ്പോൾ നന്ദനെ കാത്തുന്ന പോലെ ഭാർഗവനും സൗദാമിനിയും ഇരിപ്പുണ്ടായിരുന്നു. നന്ദൻ കയറി വന്ന് സൗദാമിനിയുടെ അടുത്തായിരുന്നു. എന്തോ പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും നന്ദൻ ഇടയിൽ കയറി. അമ്മ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു വിവാഹകാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഞാൻ രണ്ടുപേരോടുമായി ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പുവിനെയും കുഞ്ഞാപ്പുവിനെയും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ അമ്മയ്ക്കും അച്ഛനും എതിർപ്പുണ്ടോ? സൗദാമിനി നന്ദൻ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അങ്ങനെയാണോടാ നീ ഞങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? നിന്റെ ഇഷ്ടം എന്താണോ അതിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വന്ന സങ്കടങ്ങൾ കണ്ട് ഞങ്ങൾ കണ്ണീർ വാർത്തിട്ടുണ്ട്. എത്രയോ തവണ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് അവൾ ശാഠ്യം പിടിച്ചിട്ടുണ്ടെന്നറിയാമോ? അവളുടെ സ്വന്തം അച്ഛനെ പോലും മാറ്റി നിർത്തിയാണ് നിന്റെ അച്ഛൻ്റെ സാന്ത്വനം അവൾ ആഗ്രഹിച്ചത്. അന്നൊക്കെ ആ കുഞ്ഞിനെ ആശ്വാസം പകരാനാണെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അവളുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷേ ഒരിക്കൽ വേദനിച്ച മനസ്സാണ്. അത് വീണ്ടും പഴയതുപോലെ ആകാൻ സമയമെടുക്കും. അതിന് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ പ്രയോജനം ഉണ്ടാകുകയോ ഇല്ലയോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. അമ്മ പറഞ്ഞത് ശരിയാണ്. അവളുടെ മനസ്സ് മുറിവേറ്റതാണ്. അവളും കുഞ്ഞും കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എനിക്കത് ബുദ്ധിമുട്ടാകുമോ എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത. അങ്ങനെ ഒരു ചിന്ത അവളിൽ നിന്നും മാറ്റിയെടുത്താൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം സുഖമാകൂ. എനിക്കിപ്പോൾ കുഞ്ഞാപ്പൂവിനോടുള്ള ബന്ധം എനിക്കറിയില്ല അമ്മ. അത് ആത്മബന്ധമായി വളർന്നു കഴിഞ്ഞു. അവൻ്റെ കുഞ്ഞു കുഞ്ഞു വേദനകൾ പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവൻ കരയുമ്പോൾ എൻ്റെ നെഞ്ച് വല്ലാതെ പിടയുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ അത് അപ്പു മാത്രമായിരിക്കും. അവളല്ലാതെ മറ്റൊരു പെൺകുട്ടി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. അവൾക്കതിന് കുറച്ചുകൂടി സമയം ആവശ്യമാണ്. രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അപ്പുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ എഴുന്നേറ്റ് കട്ടിലിൻ്റെ ക്രോസിൽ ചാരിയിരുന്നു. കുഞ്ഞാപ്പു സുഖമായി ഉറങ്ങുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചുണ്ടുപിളർത്തി കരയുന്നത് പോലെയും ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉറക്കത്തിൻ്റെതായ എല്ലാ സുഖവും അവൻ കാണിക്കുന്നു. അപ്പു അവൻ്റെ നെറുകയിൽ പതിയെ തലോടി. ഇതുവരെയും ഒരച്ഛൻ്റെ സ്നേഹവും ലാളനയും അവൻ അറിഞ്ഞിട്ടില്ല. അനീഷും അച്ഛനുമൊക്കെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യുമെങ്കിലും നന്ദനോട് അവൻ എന്തോ ഒരു പ്രത്യേക അടുപ്പമാണ്. കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. എങ്കിലും എങ്ങനെ ഇത്രയും പെട്ടെന്ന് കുഞ്ഞാപ്പു നന്ദനുമായി അടുത്തുവെന്ന് അപ്പുവിന് നിശ്ചയം. നന്ദനോട് എന്തോ അവന് പ്രത്യേക അടുപ്പമാണ്. കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ. എങ്കിലും എങ്ങനെ ഇത്രയും പെട്ടെന്ന് കുഞ്ഞാപ്പു നന്ദനുമായി അടുത്തുവെന്ന് അപ്പുവിന് ആശ്ചര്യം തോന്നി. പ്രഭ പറഞ്ഞ കാര്യങ്ങൾ അപ്പുവിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. എൻ്റെ മകൻ്റെ വിധവയായി മോൾ ജീവിതം പാഴാക്കരുത്. നിനക്ക് മുന്നിൽ ഇനിയും വലിയൊരു ആകാശം കൂടിയുണ്ട് പാറിപ്പറക്കാൻ. അതുകൊണ്ട് പതിയെ പതിയെ പഴയതെല്ലാം മറക്കണം. പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം.
നീ ചെറുപ്പമാണ്. താങ്ങാൻ ഒരു തോളുണ്ടാകുമ്പോൾ അതിൻ്റെ കരുതൽ ഒരു പ്രത്യേകത നിറഞ്ഞതാണ്. അതുകൊണ്ട് ആലോചിച്ചു മോളൊരു തീരുമാനമെടുത്ത് അമ്മയെ അറിയിക്കണം. അപ്പു നെടുവീർപ്പോടുകൂടി ആലോചനയിൽ ആഴ്ന്നിറങ്ങി. ഒരു സ്ക്രീനിൽ എന്ന വണ്ണം അവളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ കൺമുന്നിലൂടെ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ, അതിൽ ഓരോരുത്തരുടെയും ഭാഗങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവർ ആടിത്തീർത്തു. പക്ഷേ തൻ്റെ ജീവിതം പിന്നെയും ബാക്കിയായി. ഓരോ തവണ നന്ദേട്ടൻ കുഞ്ഞാപ്പുവുമായി ഇടപഴകുമ്പോഴും അവൻ്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതുവരെ കിട്ടാത്ത സ്നേഹത്തിൻ്റെ പല ഭാവങ്ങളും അവന് മാഷിൽ നിന്ന് കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. മാഷിൽ നിന്ന് അവനെ പറിച്ചു മാറ്റുക എന്നത് ഇനി അസാധ്യമാണ്. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. സ്റ്റോറി ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. നിറയെ സ്നേഹത്തോടെ രുദ്ര.